ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട ആക്റ്റീവ വണ്ടി നമ്മൾ വർക്കിന് ആയിട്ടുണ്ട്. അതിൻ്റെ മെയിനായിട്ടുള്ള കംപ്ലയിൻറ്റ് എന്ന് പറഞ്ഞാൽ എഞ്ചിൻ്റെ സൗണ്ട് വേരിയേഷനാണ്. എഞ്ചിൻ ഭാഗത്ത് നിന്ന് സൗണ്ട് വ്യത്യാസം ഉണ്ടായിരുന്നു. അതായത് നമ്മൾ ഈ കിക്കറൊക്കെ കിടന്ന് ഇങ്ങനെ ജെർക്ക് ചെയ്യണ പോലൊരു കംപ്ലയിൻ്റാണ് കാണിച്ചുകൊണ്ടിരുന്നത്. അതിൻ്റെ മെയിൻ കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ ഇരിക്കുന്ന ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ കംപ്ലയിൻ്റാണ്. ക്രാങ്കിൻ്റെ ഈ ഷാഫ്റ്റിൻ്റെ അലൈൻമെൻറ്റ് പോയിട്ട് ഈ ഷാഫ്റ്റ് ഇങ്ങനെ കയറി ഇറങ്ങി വർക്ക് ചെയ്യാനായിട്ട് തുടങ്ങി. ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ ഈ ക്ലച്ചിലേക്ക് വന്ന ഈ വീൽ ആ ഷാഫ്റ്റാണ് ഈ യൂണിറ്റ്. അതുമ്മയാണ് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഈ നട്ട് ഈ ഐറ്റം വന്നതും ഇവിടുത്തെ ഈ നട്ടൊക്കെ ഇട്ട് ടൈറ്റ് ചെയ്യണതും ഒക്കെ ഈ സൈഡിലാണ്. അതിൻ്റെ ഭാഗത്താണ് കിക്കറിൻ്റെ ഈ ഒരു വീല് കയറി വന്ന് നമ്മളതിന് സ്റ്റാർട്ട് ചെയ്യാനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്നത്. അലൈൻമെൻറ്റ് വേരിയേഷൻ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതിനകത്ത് വന്ന് ടച്ച് ആവും. അതാണ് ആ സൗണ്ട് കാണിച്ചുകൊണ്ടിരുന്നത്. ഇതിനകത്തേക്ക് നോക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒരേണ പാടൊക്കെ കൃത്യമായിട്ട് നമുക്ക് അതിനകത്ത് കാണാനും പറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിലവിൽ പുറമേ നിന്ന് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ക്രാങ്ക് അലൈൻ ചെയ്തതിന് ശേഷം ഓയിൽ മാറ്റിയിടാമെന്നുള്ളതാണ്. ക്രാങ്ക് അലൈൻമെൻറ്റ് പുറമേ നിന്ന് ചെയ്യുക, ഓയിൽ മാറ്റി റീസെറ്റ് ചെയ്യുക. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കേസ് ഒരു പ്രാവശ്യം കംപ്ലയിൻറ്റ് വന്നാൽ റിപ്പീറ്റ് ചെയ്ത് വരാൻ സാധ്യതയുണ്ട്. അതൊരു ശാശ്വത പരിഹാരം എന്ന് പറഞ്ഞാൽ അത് അഴിച്ചിട്ട് ഈ കംപ്ലയിൻ്റുള്ള പാർട്സും മാറ്റി കളയാമെന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ തൽക്കാലം അങ്ങനെ ഓടട്ടെ, കാരണം അത് നമുക്ക് ഇച്ചിരി ചിലവ് തന്നെ കേസാണ്. ഫുള്ളായിട്ട് അഴിക്കണം. ക്രാങ്ക് എന്ന് പറയുന്ന എഞ്ചിൻ്റെ മെയിൻ പാർട്ടാണ്. അപ്പോൾ പരമാവധിയും നോക്കുക. അതിന് ശേഷം ഒരു രക്ഷയില്ലെങ്കിൽ മാത്രം അത് അഴിച്ച് മാറ്റിയാൽ മതി. അപ്പോൾ ഞാൻ എടുത്ത് പറയേണ്ട കാരണം എന്താ വെച്ചാൽ നമ്മളിപ്പോൾ ലെവൽ ചെയ്ത് ക്ലിയർ ചെയ്ത് ഇടണമെന്നുണ്ടെങ്കിൽ പോലും റിപ്പീറ്റ് കംപ്ലയിൻറ്റ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അറിഞ്ഞിരിക്കുക. അപ്പോൾ ഞാൻ അതിൻ്റെ ഇപ്പോൾ ഈ രീതിയിൽ കാണിച്ച കംപ്ലയിൻറ്റ് ഇപ്പോൾ നമുക്ക് തൽക്കാലം ഓയിൽ മാറ്റി ഫുള്ളായിട്ടൊന്ന് ക്ലീൻ ചെയ്തൊക്കെ റീസെറ്റ് ചെയ്ത് മാറിക്കോളും. റിപ്പീറ്റ് കാണിക്കുകയാണെങ്കിൽ പിന്നെ നമുക്കത് ഈ പറഞ്ഞ രീതിയിൽ കൂടെ അഴിച്ച് ചെയ്യേണ്ടതായിട്ട് വരും. ഒന്നുമല്ല അത് മാറ്റി കളയണം. അതല്ലെങ്കിൽ പിന്നെ ചെയ്യേണ്ട കേസ് എന്ന് വെച്ചാൽ ആ ലൈറ്റ് കുറച്ച് എന്തെങ്കിലും റെഡിയാക്കി മേടിക്കണം കേട്ടോ.